ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ഇവിടെ ഒരുപാട് യാത്രയയപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ യാത്രയയപ്പ്. കാരണം സാധാരണ യാത്രയയപ്പ് നടത്തുമ്പോൾ 4 പേര് യാത്രയാക്കപ്പെടുമ്പോൾ അതിൽ 3.25 പേരും VRS ആയിരിക്കും. എന്നാൽ ഈ 3 പേരും 60 വയസ്സ് പൂർത്തീകരിച്ച് ആണ് ഇന്ന് റെയിൽവേയിൽ നിന്ന് പടിയിറങ്ങുന്നത്. അതും ഒരുപക്ഷെ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ കാലിക്കറ്റ് ബ്രാഞ്ചിന്റെ ചരിത്രത്തിൽ തന്നെ 40 വർഷം സ്തുത്യർഹമായ ഒരു സേവനം പൂർത്തീകരിച്ച് യാത്രയാക്കപ്പെടുന്നതും ആദ്യമായിട്ടാണ്. തൊട്ടടുത്ത് തന്നെ TSന്റെ തൊട്ടടുത്ത് തന്നെ 38-36 വർഷമായി റണ്ണറപ്പായി നിൽക്കുന്നവരും അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ALRSA ഇന്ന് ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമരമുഖത്താണ്. ഈ സങ്കീർണമായ ഘട്ടത്തിലും ഇത്രയും പ്രൗഢഗംഭീരമായ ഊഷ്മളമായ ഒരു യാത്രയയപ്പ് പ്രിയ സഖാക്കൾക്ക് നൽകുന്നു എന്നതിൽ നിന്ന് സംഘടനയിലും സഹപ്രവർത്തകർക്കിടയിലും ഇവർക്കുള്ള സ്വീകാര്യതയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് കാലമായി ഒരു റിട്ടയർമെന്റ്, പ്രത്യേകിച്ചും ഒരു ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിന്റെ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷ് കുമാർ ഉപ്പാലക്കൽ. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന്റെ 1ാം വാർഷികത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി. ഞാൻ ഏറെ ശ്രദ്ധിച്ച, ഒരുപാട് പേരെ ശ്രദ്ധിക്കപ്പെട്ട ആ വാചകം ഇങ്ങനെയാണ്: ഒരു ലോക്കോ പൈലറ്റിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ ആഡംബരം കയ്യെത്തും ദൂരത്തൊരു ശൗചാലയം എന്നതാണ്. ഈ ആധുനിക ലോകത്തും ലോക്കോ പൈലറ്റിന് ഇന്നും ആ ഒരു ടോയ്ലറ്റ് അന്യമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇന്ന് ഇവർ നടത്തുന്ന സമരത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ചെയ്യുന്ന സമരത്തിന്റെ കാഠിന്യവും അതിന്റെ പ്രത്യേകതകളും നമുക്ക് മനസ്സിലാകുന്നത്. ഞാനിവിടെ ഹോളിലേക്ക് കയറി വന്നപ്പോൾ ഈ ബലൂണൊക്കെ തോരണങ്ങളൊക്കെ തൂക്കി കണ്ടപ്പോൾ തോന്നിയത് ഇതൊരു യാത്രയപ്പല്ല, ഇപ്പോൾ സ്കൂളിലൊക്കെ നടക്കുന്ന ഒരു പ്രവേശനോത്സവമാണോ എന്ന് തോന്നിപ്പോയി. കാരണം അത് തികച്ചും ഞങ്ങളെ സംബന്ധിച്ച് പ്രവേശനോത്സവം തന്നെയാണ്. കാരണം നിങ്ങളിവിടെ ഹാളിൽ ബലൂണും തോരണങ്ങളും കെട്ടുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ബലൂൺ കെട്ടി തോരണം തൂക്കി ഇവരെ നെഞ്ചോട് ചേർത്ത് ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മൾ യാത്രയയപ്പ് നൽകുന്ന ഈ 3 പേർക്കും ഇനിയുള്ള വിശ്രമ ജീവിതം സന്തോഷപ്രദമാകട്ടെ. കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ആരോഗ്യപ്രദമായ ഒരു ജീവിതം സർവശക്തനായ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഉപാസന ഇത് ധന്യമാമൊരുപാസന. ഉപാസന ഉപാസന ഇത് ധന്യമാമൊരുപാസന. ഉണരട്ടെ